നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ വർഷം പിന്നിടുന്ന സാഹചര്യത്തിലും ഉയർന്നു വരുന്ന പ്രവചനങ്ങളുണ്ട്. അതിൽ പ്രധാനികളാണ് ബാബ വാങ്കിയും അതുപോലെ തന്നെ നോസ്ട്രഡാമസും. 2025 സംഭവിക്കാനിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നോസ്ട്രഡാമസ് പ്രവചനം നടത്തിയിരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങളായിരുന്നു ലോകത്ത് പലയിടത്തും സംഭവിച്ചത്. എന്തിനേറെ പറയുന്നു, പോപ്പിൻ്റെ മരണം പോലും അതിൽ പ്രധാനമായിരുന്നു. എന്നാൽ ഇനി ഈ വർഷം അവസാനിക്കുന്നു. നോസ്ട്രഡാമസ് പറഞ്ഞ ചില സംഭവങ്ങൾ ഡിസംബറിൽ ഉണ്ടാകുമോ? ഒരു യുദ്ധവും ഉൽക്കാപതനവുമൊക്കെ നോസ്ട്രഡാമസിൻ്റെ പ്രവചനത്തിലുണ്ടായിരുന്നതാണ്. വീണ്ടും ശാസ്ത്രലോകം ഏറെ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നു ഇതൊക്കെ ശരിയാകുമോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ 2026 ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളും നോസ്ട്രഡാമസ് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സംഭവിക്കാനിരിക്കുന്ന അപകടം എന്ത് എന്നുള്ളത് നോസ്ട്രഡാമസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ പുതുവർഷത്തിലും എപ്പോഴും ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഉയർന്നു കേൾക്കാറുണ്ട്. അത്തരത്തിൽ ശ്രദ്ധയോടെ പലരും നോക്കിക്കാണുന്ന ഒന്നാണ് നോസ്ട്രഡാമസിൻ്റെയും ബാബ വാങ്കിയുടെയും ഈ പ്രവചനങ്ങൾ. അതുകൊണ്ട് ലോകത്താകമാനം എന്തൊക്കെയാണ് ഇവ എന്നുള്ളത് മനസ്സിലാക്കാൻ, അത് മുൻകൂട്ടി അറിയാൻ ആരാധക വൃന്ദം തന്നെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചാവിഷയമായി ബാബ വാങ്കിയുടെയും നോസ്ട്രഡാമസിൻ്റെയും ഈ പ്രവചനങ്ങൾ വൈറലായി പ്രചരിക്കുന്നുണ്ട്. പുതുവർഷത്തിൽ പല വിധത്തിലുള്ള ദുരന്തങ്ങൾ ലോകത്തിന് സമ്മാനിക്കുമെന്നാണ് നോസ്ട്രഡാമസ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 2026 തുടക്കത്തിൽ അതിൽ 1500കളിൽ നോസ്ട്രഡാമസ് ജീവിച്ചിരുന്നുവെന്ന് കണക്കാക്കുന്നു. 2026 സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി കണ്ടു. നിഗൂഢമായ കവിതകളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിയത്. 1555 പുറത്തിറങ്ങിയ ലെസ് പ്രൊഫസീസ് എന്ന പുസ്തകത്തിലൂടെയാണ് നോസ്ട്രഡാമസ് ഏറെ പ്രശസ്തനായി മാറിയത്. അനേകം പ്രവചനങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നോസ്ട്രഡാമസ് ആ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിയത്. കാരണം ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി അത് സംഭവിച്ചു കഴിയുമ്പോൾ നോസ്ട്രഡാമസ് അന്നത് പ്രവചിച്ചിരുന്നു എന്ന ഖ്യാതി ലഭിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലരെങ്കിലും വിശ്വസിച്ചു തുടങ്ങിയത്. എന്നിരുന്നാൽ ഇന്നും ശാസ്ത്രലോകം ഇതിനെ പാടെ തള്ളിക്കളയുകയാണ്. നോസ്ട്രഡാമസിൻ്റെ ലെസ് പ്രൊഫസീസ് എന്ന പുസ്തകത്തിൽ 942 കവിതാരൂപത്തിലുള്ള ക്വാട്രൈനുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക സംഭവങ്ങളെ അദ്ദേഹം രേഖപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള പല പ്രധാന സവിശേഷ സംഭവങ്ങളും നോസ്ട്രഡാമസ് വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചതായിരുന്നു. ഏറ്റവും ഒടുവിൽ സംഭവിച്ച COVID-19 മഹാമാരി, ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമെന്നും ലോകത്താകമാനമുള്ളവരെ അത് പിടിച്ചു കെട്ടുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അഡോൾഫ് ഹിറ്റ്ലറുടെ ഉയർച്ച, 9/11 ആക്രമണങ്ങൾ, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ അദ്ദേഹം പ്രവചിച്ചുവെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. അതുകൂടാതെ പുതുവർഷം എത്തുമ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ ഉറ്റുനോക്കുകയാണ് ആളുകൾ. അത്തരത്തിലൊന്നാണ്, ഒരു പ്രമുഖ വ്യക്തി അപ്രതീക്ഷിതമായി 2026 മരണപ്പെടും. നോസ്ട്രഡാമസ് തൻ്റെ പ്രവചനങ്ങളിൽ കൊടുക്കുന്ന ഏറ്റവും പ്രധാന സൂചനയാണിത്. ഒരപ്രതീക്ഷിത മരണമായിരിക്കും ആ മഹാനായ വ്യക്തിക്ക് സംഭവിക്കുന്നത്. 2026 അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് മാത്രമേ പറയുന്നു. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നോ, ഇത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ലോകത്ത് തുടക്കമിടുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഒട്ടനവധി ആളുകൾ നോസ്ട്രഡാമസിൻ്റെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് പ്രചാരം ഇന്നും ഉള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ വിശ്വസിക്കണമോ എന്ന ചോദ്യം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നോസ്ട്രഡാമസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് AI എന്ന സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തേക്ക് കടന്നു വരുമെന്നും ഒരു മാറിയ ലോകം നമുക്ക് കാണാൻ സാധിക്കുമെന്നും നോസ്ട്രഡാമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്രിമ ബുദ്ധി ലോകത്തെ കീഴടക്കുമെന്നായിരുന്നു നോസ്ട്രഡാമസ് പ്രവചിച്ചത്. അതിൽ ലോകം മുഴുവൻ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമ ബുദ്ധിയുടെ കടന്നുകയറ്റം വലിയ കോളിളക്കങ്ങൾക്ക് കാരണമാകും, മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചു. അതൊക്കെ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് മാത്രമല്ല, സാമ്പത്തിക മാറ്റങ്ങളിലേക്കും പലവിധ പ്രശ്നങ്ങളിലേക്കും അസ്ഥിരതയിലേക്കും ഒക്കെ തന്നെ AI നിങ്ങളെ എത്തിക്കുമെന്നും അദ്ദേഹം പ്രവചനത്തിലൂടെ പറയുന്നു. ഇത് നിങ്ങൾക്ക് മേലുള്ള പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റത്തെ നിർത്തലാക്കുന്നുവെന്നാണ് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇതുകൂടാതെ വലിയ നാശനഷ്ടങ്ങളോടെ 7 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനെക്കുറിച്ചും ഇത് പരാമർശിക്കുന്നു. ആഗോള സംഘർഷങ്ങളുടെ സാധ്യതകൾ, റഷ്യ ഉക്രൈൻ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ നോസ്ട്രഡാമസിൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നു, നിഴലിക്കുന്നുവെന്നാണ് പറയുന്നത്. ലോക നേതാക്കൾ അല്ലെങ്കിൽ നിലവിലുള്ള തർക്കങ്ങൾ എന്നിവ ഒക്കെ തന്നെ വർദ്ധിക്കുമെന്നാണ് നോസ്ട്രഡാമസ് പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ ആഗോള പിരിമുറുക്കങ്ങളിലേക്കും ലോകത്തെ എത്തിക്കുമെന്ന് പ്രവചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിൽ എത്ര മാറ്റങ്ങൾ, ഏത് മാറ്റം എന്ന കാര്യമൊന്നും വ്യക്തമായിട്ടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, പ്രകൃതി ദുരന്തങ്ങളും
മനുഷ്യനുണ്ടാക്കുന്ന നാശവും. ഇതുറപ്പായും പുതുവർഷത്തിൽ സംഭവിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്. അതിൽ ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, സുനാമി, ചുഴലിക്കാറ്റുകൾ എന്നിവയുടെ വർധനവ് ജനജീവിതത്തെ കീഴ്മേൽ മറിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 2026 നിങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് ഈ വലിയ ദുരന്തങ്ങളാണെന്നും നോസ്ട്രാഡമസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ വ്യോമമേഖലയിലും കടൽ യാത്രകൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ വർദ്ധിക്കുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുകൂടാതെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു പോയിട്ടുണ്ട്. 2025-26 കാലഘട്ടമാണ് അതിന് അനുയോജ്യമായി പറഞ്ഞത്. ഈ സമയത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പല രാജ്യങ്ങളും പരസ്പരം പോരടിക്കുന്ന ഒരു ഘട്ടമാണ് 2025 മുതൽ മുന്നോട്ട് കാണാനിരിക്കുന്നത്. അതുകൂടാതെ പലപ്പോഴും ആണവ ഏറ്റുമുട്ടലുകളായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ആഗോള നാശത്തിന് തന്നെ കാരണമാകുമെന്നാണ് നോസ്ട്രാഡമസിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള അനവധി പ്രവചനങ്ങൾ നോസ്ട്രാഡമസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഇനി ഏവരും കാത്തിരിക്കുന്ന 2025 അവസാനിക്കാനിരിക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ നോസ്ട്രാഡമസ് സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യം അതുണ്ടാകുമോ എന്ന ആകുലതയാണ്. 2025 അവസാനത്തിലേക്ക് എത്തുമ്പോൾ നോസ്ട്രാഡമസിൻ്റെ ഒരു പഴയ പ്രവചനമാണ് വീണ്ടും സജീവ ചർച്ചയാകുന്നത്. ഈ വർഷം അവസാനത്തോടെ ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന് നോസ്ട്രാഡമസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ ഒരു വരിയിൽ ആകാശത്തു നിന്നും ഒരു അഗ്നിഗോളം എന്നൊരു പരാമർശമുണ്ട്. ഫയർബാൾസ് ഫ്രം ദ ഹെവൻ എന്നാണ് പറയുന്നത്. നോസ്ട്രാഡമസിൻ്റെ പ്രവചനങ്ങളുടെ പ്രത്യേകത വളരെ അവ്യക്തവും ആലങ്കാരികമായ ഭാഷയും പ്രതീകാത്മകതയും ചിലപ്പോൾ അനഗ്രാമുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായി അതെന്താണെന്ന് പിടികിട്ടും. ഇതിൻ്റെ ഫലമായി ഒരു വരി തന്നെ വിവിധ കാലഘട്ടങ്ങളിലെ വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. വ്യാഖ്യാതാക്കൾ ഇതിനെ ഒരു ബഹിരാകാശ ദുരന്തമായോ ഒരു വലിയ ലോക പ്രതിസന്ധിയായോ ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ വരാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരിലും സംശയം ഉണ്ടാക്കുന്നവരിലും ഒരുപോലെ കൗതുകവും അതുപോലെ ആശങ്കയുമാണ് ഇത് ഉണർത്തുന്നത്. പ്രവചനത്തിൻ്റെ ആധികാരികതയും കൃത്യതയും ഒക്കെ ഇപ്പോഴും തർക്ക വിഷയമായി നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ലോകാവസാന പ്രവചനങ്ങളോടുള്ള മനുഷ്യൻ്റെ ശാശ്വതമായ ആകർഷണ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മിഷേൽ ഡി നോസ്ട്രാഡാം എന്ന യഥാർത്ഥ പേരുള്ള നോസ്ട്രാഡമസ് ലെസ് പ്രൊഫസീസ് എന്ന 942 പേജുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പുരാതന ഫ്രഞ്ച്, ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളുടെ ഒരു സംയോജന മിശ്രിതത്തിലാണ് ഓരോ വരിയും എഴുതിയിട്ടുള്ളത്. ഓരോ വരിയും അവ്യക്തം, പലപ്പോഴും ഒന്നിലധികം വ്യാഖ്യാനങ്ങൾക്ക് അതിന് വഴിയൊരുക്കും. ഈ വരികളിലൊന്നാണ് ഇപ്പോൾ 2025 അവസാനത്തെക്കുറിച്ച് പറയുന്നത്. ആകാശത്തു നിന്നും വലിയ നാശത്തിൻ്റെ ഒരു അഗ്നിഗോളം വരും, മാറ്റത്തിൻ്റെ അടയാളം, അവസാനത്തിൻ്റെയും പുതുമയുടെയും സമയം. നോസ്ട്രാഡമസ് അനുയായികൾ ഇതിനെ ഒരുപക്ഷെ ഒരു വലിയ ഉൽക്കാതാപതനം, അതല്ലെങ്കിൽ വലിയ യുദ്ധം, അതല്ലെങ്കിൽ ഒരു വലിയ സാങ്കേതിക ദുരന്തം എന്നൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ശരിയായ അർത്ഥം ഇതുവരെയും ആർക്കും അറിയില്ല. നോസ്ട്രാഡമസിൻ്റെ പ്രവചനങ്ങളെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യങ്ങളായി ചരിത്രകാരന്മാരോ ശാസ്ത്രജ്ഞരോ ഇന്നുവരെയും അംഗീകരിച്ചിട്ടില്ല. മറിച്ച് അവയെ കവിതയുടെയും തത്വചിന്തയുടെയും ഭാഗമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മാത്രമെന്ന രീതിയിൽ മാത്രമാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി ഏറെ പ്രസക്തി നിലനിർത്താൻ കഴിയുന്ന ഒന്നുകൂടിയാണ് അദ്ദേഹത്തിൻ്റേത്. അതിലെ അവ്യക്തത കാരണം തന്നെയാണ് ഓരോ കാലഘട്ടത്തിലെ ആളുകൾക്കും അവരുടെ ആശങ്കകൾ, അതായത് ഈ പറയുന്ന യുദ്ധം, കാലാവസ്ഥാ മാറ്റം, ബഹിരാകാശ ദുരന്തങ്ങൾ, ഇതിലേക്കൊക്കെ തന്നെ കണക്ട് ചെയ്യാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.